അങ്ങനെ നമ്മുടെ ക്രൂയിസിലുള്ള സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ ഫിൻലാൻഡിൽ ഇറങ്ങാണ്. നമ്മൾ ഫിൻലാൻഡിലെത്തി. നമ്മുടെ ക്രൂയിസ് ഡേ ഫിൻലാൻഡിന്റെ തീരത്തോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ കണ്ടോ അടിപൊളി മോസ്ക് ഉണ്ട്, അവിടെ ഒരു ചർച്ച് ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇന്ന് ഇപ്പോൾ സമയം 10:30 ആവാറായി. ഒരു 4:30-ക്കുള്ളിൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് വരണം, ഷിപ്പിൻ്റെ അവിടേക്ക്, ക്രൂയിസിൻ്റെ അവിടേക്ക് വരണം. അപ്പം അതുവരെ നമ്മൾ ഫിൻലാൻഡിലായിരിക്കും. അപ്പോൾ നമ്മൾ ഫിൻലാൻഡിലെ കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് കാണാം. അപ്പോൾ ഇത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും തന്നെ നല്ലൊരു ക്യൂ ആയിട്ടുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണേക്കാൾ മുമ്പ് മേലെ പോയിട്ട് വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം, ടോട്ടൽ വ്യൂ ഒന്ന് നമുക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മേലയിലൊക്കെ കയറി വന്നപ്പോഴേക്കും നല്ല ക്യൂ ആയി. അപ്പോൾ ഇതാണ് കേട്ടോ ഈ സിലിയ ക്രൂയിസിനെ ഡിനോട്ട് ചെയ്തിട്ടുള്ള എനിമൽ. ഹാരി ദ സീൽ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ ആദ്യക്കുട്ടനെ ഹൈഫൈ ഒക്കെ കൊടുത്തു, എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഫിനിഷിലാണ് കേട്ടോ സംസാരിക്കുന്നത്. സ്വീഡിഷിലായിരുന്നെങ്കിൽ നമ്മുടെ പിള്ളേർ കൈകാര്യം ചെയ്തേനായിരുന്നു, പക്ഷെ അവർ ഫിനിഷിലാണ് സംസാരിച്ചത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നതിന് നമുക്ക് ആകെ വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. പിന്നെ കുട്ടികളെ കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ChatGPT അടുത്ത് ഫുൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ചോദിച്ച് ChatGPT പറഞ്ഞ ഒരു ഇതിൽ നമുക്ക് സ്ഥലങ്ങളൊക്കെ പോയി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഞങ്ങൾ ChatGPTക്ക് കൊടുത്ത സമയം ഇതിനേക്കാളും ലേറ്റായി. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ടിക്കറ്റ് എടുക്കാൻ തന്നെ ഞങ്ങൾക്ക് കുറച്ച് സമയം എടുത്തു, കാരണം ക്യൂ ഉണ്ടായിരുന്നു നല്ലോണം. അപ്പോൾ അതൊക്കെ എടുത്ത് വന്നപ്പോൾ തന്നെ ഞങ്ങൾ ChatGPT പറഞ്ഞ സമയത്തിന് ഞങ്ങൾ തെറ്റി. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടോ. പുറത്തിറങ്ങിയപ്പോൾ തന്നെ 11:15 എന്തോ ആയി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. മെട്രോ, ട്രാം, ബസ്, ഫെറി എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമേ. അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ക്യൂ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ChatGPT പറഞ്ഞ ലൊക്കേഷൻ ഇട്ട് നോക്കിയപ്പോൾ നമുക്ക് ട്രാമിലും പോകാൻ പറ്റും, നടന്നും പോകാൻ പറ്റും. അപ്പോൾ നടന്ന് പോകുമ്പോൾ ഇനി കുട്ടികൾ ടയേർഡായാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ട്രാം എടുത്തിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ട്രാമിൽ കയറി അവിടെ ഞങ്ങൾ ചെന്നിറങ്ങിയത് തന്നെ ഒരു പുരാതനമായ ഒരു ബിൽഡിങ്, 1879 എന്തോ ആണ് ആ ബിൽഡിങ് പണിതിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്തോ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വിചാരിച്ചത്. പക്ഷെ ഉള്ളിൽ കയറിയപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രീറ്റാണ് ശരിക്കും. സ്ട്രീറ്റ് ഫുഡുകളും നമ്മുടെ കൈത്തറി തുണികൾ, കുഞ്ഞു കുഞ്ഞു ഓർണമെൻറ്റ്സ്, അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്വീറ്റ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷെ അവർ ഭയങ്കര അടിപൊളിയായിട്ട് അത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തണുപ്പാണല്ലോ ഫിൻലാൻഡിലായാലും സ്വീഡനിലായാലും നോർവേയിലും ഡെൻമാർക്കിലൊക്കെ കൂടുതൽ സമയവും തണുപ്പായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരിങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ തണുപ്പായാലും ആൾക്കാർക്ക് ഉള്ളിൽ കയറാനും അവർക്ക് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ അടിപൊളി സെറ്റപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ അതിനുള്ളിൽ 2-3 പ്രാവശ്യം റൗണ്ട് അടിച്ച് കണ്ടു. ഓരോ കടകളിലും ഞങ്ങളിങ്ങനെ നോക്കി. പിന്നെ എന്താ ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്കൊന്നും അങ്ങനെ കഴിക്കാനോ ഒന്നും അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നില്ല. മക്കളുടെ അടുത്ത് ചോദിച്ചപ്പോഴും അവർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അവർ രണ്ടുപേരും കളിക്കേണ്ട ജ്വരത്തിലായിരുന്നു. അവർക്കും ഒന്നും ട്രൈ ചെയ്യണം തോന്നില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള വാങ്ങിച്ചാൽ അത് വേസ്റ്റ് ആവും എന്ന് തോന്നിയോണ്ട് പിന്നെ ഞങ്ങളത് വാങ്ങിച്ചില്ല. നെക്സ്റ്റ് ഒരു ടൈം വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇതായിട്ട് തോന്നിയത് റെയിൻഡിയറിൻ്റെ കുറേ വെറൈറ്റി വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗൂഗിൾ ഇവിടെ ആയാലും ഒരു ദിവസം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റെയിൻഡിയർ വാങ്ങിച്ചിട്ട് ഇവിടെ കുക്ക് ചെയ്ത് സ്വീഡിഷ് സ്റ്റൈൽ കുക്ക് ചെയ്തൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. ഞാൻ കഴിക്കില്ല. അപ്പോൾ ഗൂഗിൾ അതൊക്കെ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരാൾക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴീ പറഞ്ഞ പോലെ നമുക്ക് വയറൊരു സുഖം ഉണ്ടായിരുന്നില്ല കഴിക്കാനായിട്ട്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെയാണ് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് കേട്ടോ. ഇത് ടെമ്പററി ആയിട്ടുള്ളതാണ്. അത് സമ്മറിൽ മാത്രം അവർ വെച്ചിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഇതും ഒരു ഫേമസ് മാർക്കറ്റാണ് അത്ര ഫിൻലാൻഡിൽ. ഇവിടെ ഫുള്ള് ഫ്രഷ് ഫ്രൂട്ട്സ്,
സാമൺ കൊണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന പലതരം ഡിഷസ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വാൾ ഡെക്കർ, ഫ്രിഡ്ജ് ഡെക്കർ, പിന്നെന്തായിരുന്നു കുറേ കൈത്തറി. അതായത് ആ കൈത്തറി, അതായത് വൂളൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അവർ സെൽഫ് മെയ്ഡായിട്ട് ചെയ്യണതാണ് കേട്ടോ. പ്രായമായിട്ടുള്ളവരാണ് അതൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നൂലുകൊണ്ട് ഇങ്ങനെ എന്താണ് പറയുക എനിക്കറിയില്ല, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ ട്രഡീഷണലായിട്ട് അവർ ഉപയോഗിക്കുന്ന കുറച്ച് ഓർണമെൻറ്റ്സ്, പോട്ടുകൾ, അവിടെ കുറേ ബാഗുകളും ഗ്ലൗസ്, സോക്സ് ഒക്കെ തണുപ്പ് സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്കറിയില്ല, ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടാണോന്നറിയില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്വീഡനിലെയും അതിൻ്റെ വില കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ അത് ഭയങ്കര ടൂ മച്ച് ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങൾ ഫ്രിഡ്ജ് ഡെക്കോർ എവിടെയെങ്കിലും, അതായത് സ്വീഡനാണ് ഞങ്ങളുടെ ഫസ്റ്റത്തെ കൺട്രി ഞങ്ങൾ വരുന്നത്. അപ്പോൾ സ്വീഡനിൽ ഓൾറെഡി ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം ഇനി സെക്കൻഡ് ഞങ്ങളുടെ കൺട്രി ഫിൻലാൻഡാണ്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഒരു ഫ്രിഡ്ജ് ഡെക്കോർ വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. അതും ഈ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു. ഇത് കണ്ടോ, ഇത് നമ്മൾ പാരീസിലൊക്കെ അല്ലേ ഇങ്ങനെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്, ഇങ്ങനെ ലവ് ലോക്ക് ചെയ്യുന്ന സംഭവം. അങ്ങനെ ആ ബ്രിഡ്ജിൻ്റെ 2 സൈഡിലും നിറച്ചുണ്ടായിരുന്നേ. ഫിൻലാൻഡിലെ ഓട്ടോറിക്ഷ കണ്ടോ, നല്ല സെറ്റപ്പില്ലേ കാണാൻ. ഞങ്ങൾ കത്തീഡ്രലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മഴയായി, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് കയറി നിന്ന് ഇറങ്ങിയിട്ടൊക്കെയാണ് നടന്നത്. അപ്പോൾ ഇത് കത്തീഡ്രൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ. ശരിക്കും നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ ഉള്ള പോലെ ഒരു സെറ്റപ്പായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ പാസ് വേണമായിരുന്നു, പക്ഷേ നമുക്ക് പുറത്ത് നിന്ന് തന്നെ കാണാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയില്ല. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മഴ പെയ്തൊന്ന് തോർന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ആ വഴി കൂടെ നടന്നപ്പോൾ ഞങ്ങൾ പിന്നെ നോക്കിയപ്പോൾ ഫെറി ആയിരുന്നു അടുത്ത സ്പോട്ട് കാണിച്ചത്. ഫെറിയിൽ നടന്നിട്ട് അവിടേക്ക് ഒരു ഫോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫെറി കയറി ആ ഫോർട്ടിലേക്ക് പോകാനാണ് പിന്നെ ചാറ്റ്ജിപിടി ഞങ്ങളെടുത്ത് പറഞ്ഞത്. അപ്പം അത് പ്രകാരം ഞങ്ങൾ ഫെറിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വന്നപ്പോൾ വലിയവർക്കായാലും കുട്ടിക്കായാലും ഭയങ്കര കാല് വേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് ആ ചാറ്റ്ജിപിടി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഫോർട്ട് കാണാൻ നിങ്ങൾക്ക് 1 ഡേ എടുക്കും എന്നാണ് പറഞ്ഞത്, കാരണം അത്ര അധികം അതിൻ്റെ ഉള്ളിൽ കാണാനുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ആ ഐലൻഡിലെത്തി. ഫുള്ള് ഒരുപാട് പഴയ ബിൽഡിങ്ങുകളായിരുന്നു കേട്ടോ അവിടെ. ഇത് യുദ്ധക്കപ്പൽ പോലത്തെ ഒരു കപ്പൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് നടക്കുക കേട്ടോ. ആദ്യകൂട്ടൻ കാത്തി ബേബിനെ കളിപ്പിക്കേണ്ട ഒരു ഇതിലാണ്. കാത്തി ബേബിൻ്റെ മുഖം പിടിച്ച് വലിക്കണമെന്നൊക്കെയാണ് അവൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നു കാഴ്ചകളൊക്കെ കണ്ടു. ആദ്യത്തെ ഒരു ഇതിൽ ഞങ്ങൾ കുറച്ച് ഭയങ്കര എനർജറ്റിക് ആയിട്ടൊക്കെ നടന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു പിള്ളേർ പിന്നെയും കുറച്ച് ആക്റ്റീവായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നടന്ന് ഫുള്ള് കണ്ടോ, ഫുള്ള് പഴയ ബിൽഡിങ്ങുകളാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഹോസ്റ്റലാണ്, ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഞങ്ങൾ കുറേ നടന്നെത്തിയപ്പോഴാണ് പണ്ട് കാലത്ത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന കുറേ മറ്റേ എന്താണ് പറയുക അതിന്, പീരങ്കികളൊക്കെ കണ്ടത് കേട്ടോ. കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറച്ച് പൂവൊക്കെ പറിച്ച് അതൊക്കെ കാണിച്ചു കൊടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഈ കയറ്റങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇവിടേക്ക് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ മൂഡ് തന്നെ മാറിയിട്ടോ. ശരിക്കും നമ്മൾ ഈ ഹിസ്റ്ററിയിൽ പഠിച്ച കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വരും. പീരങ്കിയും യുദ്ധം നടക്കുന്ന സ്ഥലം എങ്ങനെയായിരിക്കും കണ്ടോ, ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്ഥലം, ഗുഹ, 2 വലിയ ഗുഹയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗോകുലതൊക്കെ നോക്കി നടക്കായിരുന്നു കേട്ടോ. ഇത് ഇവിടെയാണോ ഇതിൻ്റെ പ്ലേസ് അവർ വെച്ചിരുന്നത്, അതോ ഇത്
ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി പ്രതീക്ഷിച്ചതാണ്, മീൻസ് അവിടെ കൊണ്ടുവന്ന് പിന്നെ റീപ്ലേസ് ചെയ്താണോന്നൊന്നും അറിയില്ല. ഞങ്ങൾ അതിൻ്റെ അടിയിലേക്കൊക്കെ ഇറങ്ങി നോക്കിയിട്ടോ. ഗുഹയുടെ അടിയിൽ ഞാൻ പോയില്ല, ഗൂഗിൾ പിള്ളേരെയും കൊണ്ട് ഇറങ്ങി കൊണ്ടുപോയി അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. കണ്ടോ ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ നടക്കാതൊക്കെ എന്തിനാണ് അവർ ഉപയോഗിച്ചിരുന്നതെന്ന് അറിയില്ല. അപ്പം അങ്ങനത്തെ കുറേ സ്ഥലങ്ങളായിരുന്നു അവിടെ കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഫിൻലാൻഡ് എന്നിട്ട് ഞങ്ങൾ പിന്നെ പറയുമായിരുന്നു ഈ നടന്ന് പോയി ഫിൻലാൻഡ് കാണുള്ള ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല, നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും. അതുകൊണ്ട് ഇനി വരുമ്പോൾ നമുക്ക് കാറെടുത്ത് വന്നിട്ട് തൊട്ടടുത്ത ദിവസം റിട്ടേൺ ബുക്ക് ചെയ്യാതെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് റിട്ടേൺ ബുക്ക് ചെയ്ത് ഫിൻലാൻഡൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞ ശേഷം റിട്ടേൺ ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു ഞങ്ങൾ. ഇത് ഞങ്ങൾ വന്ന സിലി എയർലൈൻസിനെ പോലെ തന്നെ വേറെ ഉള്ളൊരു എയർലൈൻസ് അല്ലട്ടോ, സോറി, ക്രൂയിസ് പോലെ തന്നെ ഉള്ളൊരു വേറെ ക്രൂയിസാണ് വിക്കിംഗ് ലൈന്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് നെക്സ്റ്റ് ടൈം അതിലും കൂടി ഒന്ന് കയറി നോക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫെറിയിൽ നിന്ന് തിരിച്ച് ഹെൽസിങ്കിയിൽ തന്നെ വന്നു, കയറി ഹെൽസിങ്കിയിൽ തന്നെ വന്നു. അപ്പോൾ അവിടെ നിന്ന് ഹെൽസിങ്കി എഴുതിയിട്ടുള്ള ഒരു നെയിം ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോവാം. പിന്നെ അവിടെ തന്നെ ഒരു കത്തീഡ്രലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി വന്നതാട്ടോ. പക്ഷേ കത്തീഡ്രലിൽ പണി നടക്കുന്നതുകൊണ്ട് അത് ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് റോഡ് സൈഡിൽ സ്ട്രോബെറി. അപ്പോൾ പിള്ളേർക്ക് അത് പറിക്കണം. അപ്പോൾ ഞങ്ങൾ റെഡ് കളർ ആയിട്ടില്ല, റെഡ് കളർ ആകുമ്പോഴേ പറിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ സമാധാനിപ്പിച്ച് ഞങ്ങൾ നടക്കായിരുന്നു കേട്ടോ മുന്നിലേക്ക്. അപ്പോൾ ആ കത്തീഡ്രലിൻ്റെ എനിക്ക് തോന്നുന്നു അവർ പണി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ആ കത്തീഡ്രൽ അതേപോലെ തന്നെ ഒരു ഷീറ്റ് കൊണ്ടാണ് അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പുകളായിട്ട് ഒരുപാട് പേര് അവിടെ വന്നിരിക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഹെൽസിങ്കിയിൽ നിന്ന് ബോർഡ് എഴുതിയെടുത്ത് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. പക്ഷെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര എന്താ മൂടി കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. എന്നാലും അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം ഞങ്ങൾ അവിടെ റെസ്റ്റ് എടുത്തു. ശരിക്കും കാല് വേദന എടുത്തുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് അപ്പോഴേക്കും തന്നെ സമയമായിട്ടുണ്ടായിരുന്നു ക്രൂയിസിൻ്റെ അവിടേക്ക് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ളത്. തിരിച്ച് ക്രൂയിസിൻ്റെ അവിടേക്ക് നടന്നപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് കാണുമ്പോഴാണ് നമ്മുടെ ഷിപ്പ് ക്രൂയിസ് എത്ര വലുതാണ് എന്നുള്ളത് നമുക്ക് ഇത്ര അധികം ആൾക്കാരെ ക്യാരി ചെയ്തത് കൊണ്ടുപോകണില്ലേ എന്ന് നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോഴും പറഞ്ഞ പോലെ ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അതുകൊണ്ട് ലേറ്റായി എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ കറക്റ്റ് സമയത്തിന് എത്തി. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് മുമ്പ് തന്നെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വീണ്ടും ഹൈവേ ഒക്കെ പറഞ്ഞകത്ത് കയറി. അങ്ങനെ ക്രൂയിസിൽ കയറി നല്ല ഉറക്കുറങ്ങി, ഭയങ്കരമായിട്ട് ടയേർഡായി. എല്ലാവരും നടന്നു എന്നിട്ടിരുന്ന് ഉറങ്ങി. ഞങ്ങൾ വന്ന, അതായത് നമ്മൾ ക്രൂയിസിൽ കയറി അന്ന് രാത്രിക്ക് ഇന്ന് രാവിലത്തെയും ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നത് കഴിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡിന്നർ ടൈമായി. അപ്പം നമ്മൾ ഇന്ന് ക്രൂയിസിലെ ബൊഫെ സിസ്റ്റമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബൊഫെ കഴിക്കാൻ പോവാണ്. അപ്പം ഇവിടെ ഇതിലത്തെ ക്രൂയിസിലെ ഫുഡ് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ എന്താണെന്ന് നോക്കാം. നല്ല വിശപ്പുണ്ട്. ഉച്ചയ്ക്ക് ഞങ്ങൾ മെയിൻ ആയിട്ടൊന്നും കഴിച്ചില്ല, കുറേ പൊങ്ങി അതും ഇതൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓരോ കിഡ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ശരിക്കും ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. കാരണം ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു. പിന്നെ നമ്മൾ ആ സമയത്ത് വീഡിയോ
വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര വീടായിട്ട് നമ്മൾ നോക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. അപ്പോഴേക്കും ഒരുവിധ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റിയില്ല ആക്ച്വലി. പക്ഷേ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് നമ്മുടെ ഇവരുടെ, അതായത് നമ്മുടെ സ്വീഡിഷ് ഫിനിഷ് സ്റ്റൈലിലുള്ള ഫുഡുകളായിരുന്നു കേട്ടോ എല്ലാം. പക്ഷെ കുട്ടികൾക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലും നമുക്കും അത്യാവശ്യം കഴിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടേത് ഭയങ്കരമായിട്ട് കുക്ക് ചെയ്ത് മസാലാസ് ഒന്നും ഉള്ളതല്ലല്ലോ. റോ ഫുഡ് കുറേ ഉണ്ടായിരുന്നു. കുറേ മീൻ മുട്ടകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതല്ലാത്തത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ച് ഞങ്ങൾ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ വന്നതാട്ടോ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വന്നപ്പോൾ സ്പ്രേ അടിച്ചു നോക്കി ഞങ്ങളുടെ മൂക്കിൻ്റെ ഇത് പോയി എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സ്പ്രേ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവസാനം ഞങ്ങൾ കറക്കി കുത്തി 2 സ്പ്രേ എടുത്തു. എന്നിട്ട് ഞങ്ങൾ വേഗം പോയി കിടന്ന് ഉറങ്ങിട്ടോ. എന്നുവെച്ചാൽ അത്രയ്ക്കും ടയേർഡായിപ്പോയി. പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ ക്രൂയിസിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ കണ്ടോ കാറുകളൊക്കെ പുറത്തേക്ക് പോണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഫിൻലാൻഡ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരേക്കും ബൈ.